അരമണിക്കൂർ നേരമുള്ള സമരം ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ല, ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്. ആ അഭ്യർത്ഥന ഉൾക്കൊണ്ട് സ്വയം അരമണിക്കൂർ ഇപ്പം നിരാഹാര സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പം നിരാഹാര അതുമായിട്ടൊരു ബന്ധവുമില്ല, അതുമായിട്ടൊരു ബന്ധവുമില്ല സുഹൃത്തെ. ഞങ്ങൾ നിരാഹാരം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ വാപത്തി പിടിക്കുന്നു എന്നർത്ഥമുണ്ടോ? നിങ്ങൾ സ്വയം സെൽഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ ആരുടെയും കമ്പ്യൂട്ടറും സെൽഫോണും തട്ടിപ്പറിക്കാനോ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കി അവരെ ആക്രമിക്കാനോ ആരും പോകുന്നില്ല. ഒരിക്കലുമല്ല. വളരെ വളരെ ശരിയും ശാസ്ത്രീയവും ഭാവനാപൂർണവും കാലോചിതവുമായ ഒരു സമരരീതിയാണ് CPIM പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ സുഹൃത്തിന് അയച്ചു തരാൻ ചിലത്. അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ഇസ്രയേൽ ഗസയിൽ ഈ മഹാപാതകങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെടിനിർത്തൽ സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കാര്യമായി ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, അതിന് മുമ്പ് വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നപ്പോഴെല്ലാം അമേരിക്ക അതിനെ വീറ്റോ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പാലസ്തീനിലെ ജനതയ്ക്കൊപ്പം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് പുതിയ പുതിയ മരണങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അവിടെ കൊല ചെയ്യപ്പെടുന്നത് കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരുമാണ്. ഭക്ഷണപ്പൊതിയെല്ലാം വല്ലപ്പോഴും കൂടി ആഴ്ചയിൽ ഒരിക്കലെല്ലാം അവിടെ വിതരണം ചെയ്യാൻ വേണ്ടി എത്തുമ്പം ആ ഭക്ഷണപ്പൊതി വാങ്ങാൻ വരുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വെടിവെച്ച് കൊല്ലുകയാണ്. ഇതുപോലെ നിഷ്ഠൂരമായ ഭീകരത ലോകത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നിങ്ങൾക്കറിയാം, ഇവിടെ ജന്തർ മന്ദറിൽ 5 ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന് പുറമേ ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളും സാധ്യതകളും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 9:30 വരെ എല്ലാവരും അവരുടെ ഫോണുകൾ ഓഫാക്കി വെക്കുക, പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചു വെക്കുക, ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഈ സമയം നിശ്ചലമായിരിക്കുക. ഇത് വലിയൊരു പ്രസ്ഥാനമായി കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ ഈ മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, അവരെല്ലാം മനസ്സിലാക്കും ലോകത്ത് ധാരാളം മനുഷ്യർ പാലസ്തീനിൽ നടക്കുന്ന ഈ മഹാപാതകങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്, പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള സന്ദേശം വളരെ ശക്തമായി ലോകത്ത് വ്യാപിപ്പിക്കുവാൻ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലെ ഒരു സത്യാഗ്രഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പരിപാടിയിലൂടെ കഴിയും എന്നാണ് കരുതുന്നത്. ഒരുപാട് സന്നദ്ധ സംഘടനകൾ പരസ്പരം ആലോചിച്ചാരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണിത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇതിനോട് പരസ്യമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമരപരിപാടിയിൽ, ഈ ഡിജിറ്റൽ സമരത്തിൽ പങ്കെടുക്കുന്നതിന് ആഹ്വാനം ചെയ്യാൻ CPIM കഴിഞ്ഞു എന്നുള്ളതിനകത്ത് CPIM